ല്ലോ ഇപ്പോഴും ലോകത്ത് നടക്കുന്നതെന്താണ്? നേരത്തെ എവിടെയും ഇടവില്ലാതിരുന്ന യഹൂദികൾക്ക് സുബ്ഹാനല്ലാഹ് അങ്ങകലെ ഫലസ്തീനിൽ അവർക്കൊരൽപ്പം ഇടം നൽകിയപ്പോ അവിടെയുള്ള ചെറിയ പിഞ്ചുമക്കളെ അടക്കം വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇടം കിട്ടിയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ചതിയുടെ ഭാഗമാണ്. കാരണം അവരെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, മനസ്സ് കടുത്തുപോയ കക്ഷികളാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار. അതേ കല്ലുകളെക്കാൾ കടുത്ത ഹൃദയമുള്ളവരാണെന്നല്ലേ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. കല്ലിനേക്കാൾ ഉറച്ച ഹൃദയമുള്ളവർ. കല്ലിന്റെ കൂട്ടത്തിൽ പടച്ചവനെ ഭയപ്പെട്ട് കരയുന്ന കല്ലുണ്ട്, വെള്ളമൊലിപ്പിക്കുന്ന കല്ലുണ്ട്, ഉരുണ്ടി വീഴുന്ന കല്ലുണ്ട്. പക്ഷേ ഇവരെ ഖൽബ് അതിനേക്കാൾ ഉറച്ചുപോയി എന്നാണല്ലോ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആട്ടിന്റെ മാംസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു അവർ. സുബ്ഹാനല്ലാഹ്, ആ ആട്ടിന്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മാംസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദൈനീ ഫൈനി മസ്മൂമാ, നബിയെ തങ്ങൾ എന്നെ കഴിക്കല്ലേ, വിഷം ചേർക്കപ്പെട്ടതാണ് എന്ന് നബി തങ്ങളോട് മാംസം സംസാരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കുന്നു. പക്ഷേ അവിടുത്തെ റഹ്മത്ത് പറഞ്ഞു തീർക്കാൻ കഴിയൂലല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആൻ പറഞ്ഞത് അതേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവലോകർക്കും സർവലോകത്തിനും കാരുണ്യം മാത്രമാണെന്നല്ലേ പരിചയപ്പെടുത്തിയത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യമല്ലല്ലോ. അതിനാൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ലം യന്തഖിം ലിനഫ്സിഹി, നബി തങ്ങളെ സ്വന്തം ശരീരത്തെ ആരെന്ത് ചെയ്താലും അതിന് പകരം ചെയ്യുന്ന പതിവില്ല, നടപടിയെടുക്കാറില്ല. ഞാനാണ് വിഷം ചേർത്തതെന്നും ചേർത്തിട്ടുണ്ടെന്നും അതേ മുഅ്ജിസത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട ആ സൈനബ് എന്ന് പേരുള്ള ഹാരിസിന്റെ മകള് സമ്മതിച്ചപ്പോൾ, സലാം ഇബ്നു മിസ്കമിൽ ഖമ്മാർ എന്ന് പറയുന്നവന്റെ ഭാര്യയാണത്. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് സഹാബത്ത് അലാ അഖ്തുലുഹാ, അവളെ ഞാനങ്ങ് കൊന്നുകളയട്ടെ എന്ന് സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന നബിതങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും സമർപ്പിക്കാൻ തയ്യാറുള്ള അനുയായികൾ ചോദിച്ചപ്പോൾ അവളെ വധിക്കണ്ട എന്ന് പറഞ്ഞ് കാരുണ്യം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം അല്ലാഹു ഖദറാക്കിയതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണ്? ആ ഒരു കാരണത്താൽ അവിടുത്തേക്ക് അല്ലാഹു നിശ്ചയിച്ച സമയത്ത് വഫാത്ത് നടക്കുമ്പോൾ നബിയാണ്, റസൂലാണ്, അഫ്ദലുൽ ഖലായിഖാണ് എന്ന എല്ലാ ബഹുമാനവും ഉള്ളതിന്റെ പുറമെ ആ വിഷത്തിന്റെ ഒരു ചെറിയ അംശം, അതിന്റെ ബുദ്ധിമുട്ട് അവിടുത്തേക്ക് അനുഭവിച്ച് ഷഹീദിന്റെ പ്രതിഫലവും കൂടി നബി തങ്ങൾക്ക് കിട്ടാൻ അല്ലാഹുവിന്റെ തീരുമാനത്തിലുണ്ട്. അതിനു വേണ്ടിയായിരുന്നു റബ്ബ് അങ്ങനെ ഖദറാക്കിയിരുന്നത്.